വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക്സുകൾ ഇതൊക്കെയാണ്: എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്, സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് 3R കോൺസെപ്റ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, climate change, ozone layer depletion, carbon credits, carbon trading and carbon footprints, legal provision for environmental protection. ഇതിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്സ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് പൊല്യൂഷൻ? ആദ്യത്തെ രണ്ട് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പൊല്യൂഷനും അതേപോലെ വാട്ടർ പൊല്യൂഷനാണ്. അതിനു മുമ്പ് പൊല്യൂഷൻ എന്താന്ന് നോക്കാണ്. പൊല്യൂഷൻ ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ഹാം ദ എൻവയൺമെന്റ് ആൻഡ് ലിവിങ് തിങ്സ്. എൻവയൺമെന്റിനെയോ അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെയോ ഹാം ആക്കുന്ന സബ്സ്റ്റൻസസിൻ്റെയോ അല്ലെങ്കിൽ എനർജിയുടെയോ ഇൻട്രൊഡക്ഷൻ ആണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ വേർഡ് പൊല്യൂഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പൊല്യൂറെ. പൊല്യൂറെ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് പൊല്യൂഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? മേക്ക് ഡേർട്ടി, ഡേർട്ടി ആക്കുക, മേക്ക് ഡേർട്ടി എന്നുള്ളതാണ്. Undesirable changes in the environment or surroundings which not only adversely affect the human and other living things but also our developmental activities and socio-cultural life. ഇങ്ങനെ ഉണ്ടാക്കുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ പൊല്യൂഷൻസ് നമ്മളുടെ ഹ്യൂമൻസിനെയും അതേപോലെ തന്നെ ലിവിങ് തിങ്സിനെയും മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. എന്തിനു കൂടെ എഫക്റ്റ് ചെയ്യും? ഇറ്റ് ഓൾസോ എഫക്റ്റ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ലൈഫ്. മെറ്റീരിയൽസ് ഇൻ എനി ഫോം ദാറ്റ് കോസസ് പൊല്യൂഷൻ ആർ കോൾഡ് പൊല്യൂട്ടൻസ്. ഏത് മെറ്റീരിയലും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏതൊരു മെറ്റീരിയലിനെയും പറയുന്ന പേരാണെന്ത്? പൊല്യൂട്ടൻസ് എന്നുള്ളത്. ഇനി നമ്മുടെ ഡയറക്റ്റ് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ദാറ്റ് ഈസ് എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. എയർ പൊല്യൂഷൻ റെഫേഴ്സ് ടു ദ റിലീസ് ഓഫ് ഹാംഫുൾ കണ്ടാമിനൻറ്റ് ഇൻ ടു എർത്ത്സ് അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടാമിനൻസ് റിലീസ് ചെയ്യുന്നതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ റിലീസ് എന്തൊക്കെയാവാം? കെമിക്കൽസ് ആവാം, ടോക്സിക് ഗ്യാസസ് ആവാം, പെർട്ടിക്കുലേറ്റ്സ് ആവാം, ബയോളജിക്കൽ മോളിക്യൂൾസ് ആവാം. അങ്ങനെ ഒരുപാട് നമ്മുടെ എയറിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള കണ്ടാമിനൻസ് റിലീസ് ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദീസ് കണ്ടാമിനൻസ് ആർ ക്വൈറ്റ് ഡെട്രിമെൻ്റൽ ആൻഡ് ഇൻ സം കേസസ് പോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെട്രിമെൻ്റൽ മീൻസ് ഹാംഫുൾ ആണ്. ഈ ഇങ്ങനെയുള്ള കണ്ടാമിനൻസ് വളരെ ഹാംഫുൾ ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനും കാരണമാവും. Some causes that contribute to air pollutions are, എയർ പൊല്യൂഷന് കാരണമാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽസിൻ്റെ ബേണിംഗ്, മൈനിങ് ഓപ്പറേഷൻസ്, എക്സോസ്റ്റ് ഗ്യാസസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ്. അടുത്ത നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. അപ്പോൾ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറലും അതേപോലെ ആന്ത്രോപോജനിക്കും. ആന്ത്രോപോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മെയ്ഡ് ആണ്. ഇനി നാച്ചുറൽ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഇൻക്ലൂഡ് വോൾക്കാനോസ്, ഡസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. വോൾക്കാനോസ്, ഡസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. വോൾക്കാനോസ് നമുക്കറിയാം, വോൾക്കാനിക് ആക്ടിവിറ്റി എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? സ്മോക്ക്, ആഷ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഡസ്റ്റും നമുക്കറിയാം പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻസ് ഉണ്ടാക്കും എന്നുള്ളത്. ഡസ്റ്റ് കോമൺലി എവിടെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? വെജിറ്റേഷൻസ് കുറവായിട്ടുള്ള ഡെസേർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ വിൻഡ് ബ്ലോൺ ചെയ്യുമ്പോഴാണ് ഡസ്റ്റ് കൂടുതലായിട്ട് എയർ പൊല്യൂഷൻസിന് കാരണമായി വരുന്നത്. ലാസ്റ്റ് വൺ ഫോറസ്റ്റ് ഫയേഴ്സ് ആണ്. ഫോറസ്റ്റ് ഫയേഴ്സ് ക്രിയേറ്റഡ് ബൈ natural causes result in the formation and releases of smoke, ash, dust and carbon dioxide. Forest firesഉം എന്ത് തന്നെ ഉണ്ടാക്കും? എയർ പൊല്യൂഷൻസിന് കാരണമായി തീരും. അടുത്ത സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് ഫസ്റ്റ് വൺ സ്റ്റേഷനറി പോയിന്റ് സോഴ്സസ് ആണ്. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്നുണ്ടാവുന്ന എയർ പൊല്യൂഷൻ്റെ സോഴ്സ് ആണ്. It is a source of air pollutant emission can be controlled at the origin, like factories and power plants.
അതായത് ഫാക്ടറീസും പവർ പ്ലാന്റ്സ് ഒക്കെയാണ് സ്റ്റേഷനറി പോയിന്റ് സോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഒറിജിനിൽ വെച്ച് ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കൂടെ പറ്റും. അടുത്തത് മൊബൈൽ സോഴ്സ് ആണ്. ഒന്ന് സ്റ്റേഷനറി ആണ്, ഒരു പെർട്ടിക്കുലർ പ്ലേസിലുള്ളതാണ്. അടുത്തത് മൊബൈൽ സോഴ്സ് ആണ്. മൊബൈൽ സോഴ്സ് എവിടെ നിന്നുള്ളതാണ്? വെഹിക്കിൾസ് എന്നുള്ള വരുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സോസ്റ്റ് എമിഷൻ ഫ്രം വെഹിക്കിൾസ്. ലാസ്റ്റ് വൺ വരുന്നത് ഇവാപറേറ്റീവ് സോഴ്സസ് ആണ്. നമുക്കറിയാം വോളറ്റൈൽ ലിക്വിഡ് that when not completely enclosed in a tank or other container evaporate and release vapor over time like paint, solvents, pesticides, perfumes etc. അപ്പോൾ പെയിന്റ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് പോലെയുള്ള ഇത് നമ്മുടെ ഒരു കണ്ടെയ്നറിൽ വെച്ചിരിക്കുമ്പോൾ കാലക്രമേണ അതെന്ത് ചെയ്യും, ഇവാപറേറ്റ് ചെയ്ത് അതിൽ നിന്ന് എയർ പൊല്യൂഷൻസിന് കാരണമായി തീരും. അപ്പോൾ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻസ് നാച്ചുറൽ സോഴ്സും അതേപോലെ തന്നെ ആന്ത്രോപോജനിക് സോഴ്സസും ആണ്. അടുത്തത് വന്നിട്ട് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ 5 കാര്യങ്ങളിലാണ് നമ്മൾ നോക്കുന്നത്. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ഓൺ പ്ലാന്റ്സ്, ഓൺ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, ഓൺ മെറ്റീരിയൽ ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് ഓൺ എൻവയൺമെന്റ്. അപ്പോൾ ഫസ്റ്റ് വൺ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യന്റെ ഹെൽത്തിന് എങ്ങനെ എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് ഈ ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത്? വെൻ ദിസ് എയർ പൊല്യൂഷൻ ഓർ പൊല്യൂട്ടൻസ് ആൻഡ് ബോഡി ആർ കണക്ട് ടുഗദർ ഓർ ദ റിസൾട്ട് ഓഫ് ജനറലി ദിസ് ഇസ് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ പൊല്യൂട്ടൻസ് ആൻഡ് ദ ബോഡി. അങ്ങനെ പൊല്യൂട്ടൻസും ബോഡിയും കോണ്ടാക്ട്സിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവാം? ഐ ഇറിറ്റേഷൻ ഉണ്ടാവാം, നോസ് ആൻഡ് ത്രോട്ട് ഇറിറ്റേഷൻസ് ഉണ്ടാവാം, ഇൻക്രീസ് ഇൻ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യാം. അതായത് പോയ്സൺ ആയിട്ടുള്ള എയർ വന്നു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യാം. ക്രോണിക് പൾമണറി ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാം. കാർബൺ മോണോക്സൈഡ് റെഡിലി കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് റീപ്ലേസിംഗ് ഓക്സിജൻ ഫ്രം ബ്ലഡ് വിച്ച് കോസസ് ക്യാൻസർ. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് കണക്റ്റഡ് ആവുമ്പം നമ്മുടെ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ദാറ്റ് മേ കോസ് ടു ക്യാൻസർ. അടുത്തത് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. വിച്ച് സപ്രസസ് ഗ്രോത്ത് ആൻഡ് പ്രീമെച്വർ ഏജിങ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യാം. അതേപോലെ തന്നെ പെട്ടെന്ന് പ്രീമെച്വർ ഏജിങ് ഉണ്ടാവാം, പെട്ടെന്ന് ഏജിങ് സംഭവിക്കാം. വിച്ച് കോസസ് ലീഫ് ബ്ലീച്ചിങ് വിച്ച് റിസൾട്ട് ഇൻ ക്ലോറോസിസ്. അതായത് നമ്മുടെ പ്ലാന്റ്സിന് ലീഫ് ബ്ലീച്ചിങ്, ലീഫിൽ വൈറ്റ് കളർ വരാം. ക്ലോറോസിസ്, അതായത് ആ എഫക്റ്റിനെ പറയുന്നതാണ് ക്ലോറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലോറോസിസ് മീൻസ് വിച്ച് ഇസ് ദ ലോസ് ഓഫ് ക്ലോറോഫിൽ. ഓരോ പ്ലാന്റ്സിന്റെയും ലീഫിൽ നിന്ന് ആ പച്ച കളർ നഷ്ടപ്പെടുന്നതിനാണ് ക്ലോറോസിസ് എന്ന് പറയുക. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവാം. പ്രീമെച്വർ ഫോളിംഗ് ഓഫ് ലീവ്സ് പ്രീമെച്വർ ആവുന്നതിന് മുമ്പ് വീണു പോകാം. ആൻഡ് ഇറ്റ് ഓൾസോ കോസസ് നെക്രോസിസ്, ദാറ്റ് മീൻസ് ഡെഡ് സ്പോട്ട് ഓൺ ലീവ്സിൽ ഡെഡ് സ്പോട്ടുകൾ വരാം. അടുത്ത എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ആനിമൽസിനും ബേർഡ്സിനും എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വിച്ച് ദിസ് എയർ പൊല്യൂഷൻ എഫക്ട്സ് മ്യൂക്കസ് ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ക്. ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും റെസ്പിറേറ്ററി ട്രാക്കിന് എഫക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് മേ കോസ് ബ്രോങ്കൈറ്റിസ് ആൻഡ് ആസ്മ. ലാക്ക് ഓഫ് എപ്പറ്റൈറ്റ് ഇൻ പെറ്റ് ആനിമൽസിൽ വിശപ്പില്ലായ്മ കാണപ്പെടാം. ആസിഡ് ഡെപ്പോസിഷൻ കോസസ് അക്വാട്ടിക് ലൈഫ് ഡാമേജ്. ഇങ്ങനെ ആസിഡ് ഡെപ്പോസിഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫിൽ ഡാമേജസ് സംഭവിക്കാം. മൈഗ്രേഷൻ ഓഫ് സീസണൽ ബേർഡ്സ് ആർ ഹാമ്പേർഡ് ഡ്യൂ ടു ദ സിവിയർ എയർ പൊല്യൂഷൻ. സിവിയർ എയർ പൊല്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സീസണൽ ബേർഡ്സിൻ്റെ മൈഗ്രേഷന് തടസ്സം സംഭവിക്കാം. അടുത്ത എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ മെറ്റീരിയൽ ആൻഡ് പ്രോപ്പർട്ടി. മെറ്റീരിയൽസിലും പ്രോപ്പർട്ടീസിലും എങ്ങനെ എയർ പൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ആസിഡ് ഡെപ്പോസിഷൻ ക്യാൻ കൊറോഡ് മെറ്റൽസിന് കൊറോഷൻ സംഭവിക്കാം. ഈറ്റ് എവേ സ്റ്റോൺസ് ഓൺ സ്റ്റാച്യൂസ് ആൻഡ് മോണ്യുമെന്റ്സ്. സ്റ്റാച്യൂസും മോണ്യുമെന്റ്സും ഒക്കെ ൻ്റെയും സ്റ്റോണിനെ എഫക്ട് ചെയ്യാം. ഡിസ്കളർ ബിൽഡിംഗ്, ക്ലോത്ത്, ഫാബ്രിക്സ് എക്സെട്ര. ബിൽഡിങ്സിനും ക്ലോത്ത് ഫാബ്രിക്സിനും ഒക്കെ ഡിസ്കളറേഷൻ സംഭവിക്കാം. ലാസ്റ്റ് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ എൻവയൺമെന്റ്. It reduces air pollution, reduce visibility
Pollutants can travel long distance. ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് കോസസ് ഗ്ലോബൽ പൊല്യൂഷൻ കാരണമായി തീരാം. എയർ പൊല്യൂഷൻ ക്ലൈമറ്റ് ചേഞ്ചസ് സംഭവിക്കാം, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവാം, ആസിഡ് റെയിനിന് കാരണമാവാം, അതേപോലെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവാം. ഇത്രയാണ് എയർ പൊല്യൂഷനും അതിൻ്റെ സോഴ്സസും അതിൻ്റെ എഫക്റ്റും പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ഹെഡിങ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ടോപ്പിക് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഴ്സസ് ആണ്. വാട്ടർ പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. എന്താണ് വാട്ടർ പൊല്യൂഷൻ? ഇത് വാട്ടർ ബോഡീസിൽ ഉണ്ടാക്കുന്ന കണ്ടാമിനേഷൻ ആണ്. Water pollution is caused when water bodies such as rivers, lakes, oceans, underground water and aquifers get contaminated with industrial and agriculture effluents. അതായത് വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ് കാരണമാവുന്നത്? റിവേഴ്സും ലേക്സും അതേപോലെ ഓഷ്യൻസും അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സ് എല്ലാം ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വേസ്റ്റ് കാരണം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പൊല്യൂഷൻ കാരണം കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ് ആൻഡ് ഓഷ്യൻസ് ആർ കോൾഡ് സർഫേസ് വാട്ടർ. രണ്ട് ടൈപ്പ് വാട്ടർ ഉണ്ട് അല്ലേ? ആദ്യം നമ്മുടെ ലേക്കിലും റിവറിലും ഓഷ്യനിലൊക്കെ കാണുന്ന വാട്ടറിനെ നമുക്ക് സർഫേസ് വാട്ടർ എന്ന് പറയാം. അതേപോലെ തന്നെ വാട്ടർ സ്റ്റോർഡ് ഇൻ അക്വിഫയേഴ്സ്, ദാറ്റ് മീൻസ് അണ്ടർഗ്രൗണ്ട് റോക്ക് സ്ട്രക്ചേഴ്സ്, ഭൂഗർഭജലം, അതിനെ നമ്മൾ എന്ത് പറയും? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും. ഈ രണ്ട് സോഴ്സസും ദേ ആർ പ്രോൺ ടു പൊല്യൂഷൻസ്. രണ്ട് സോഴ്സസും എന്താവാറുണ്ട്? പൊല്യൂഷന് കാരണമായി തീരാറുണ്ട്. ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ് അടുത്തായി നോക്കുന്നത്. ഇതിൽ 4 സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പോയിന്റ് സോഴ്സ്, സെക്കൻഡ് വൺ നോൺ പോയിന്റ് സോഴ്സസ്, തേർഡ് വൺ നാച്ചുറൽ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഫോർത്ത് വൺ ആന്ത്രോപോജനിക് ഓർ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഈ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിലേക്ക് ഡൊമസ്റ്റിക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ ആയിട്ടുള്ള വേസ്റ്റിൻ്റെ പ്രസൻസ് വരുമ്പോഴാണ് വാട്ടർ പൊല്യൂഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പോയിന്റ് സോഴ്സസ്. Sources which can be readily identified at a single location. This type of discharges can be controlled easily. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വാട്ടർ പൊല്യൂഷന് കാരണമാവുന്ന സോഴ്സ് ആണ് പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്നും അതേപോലെ ഡൊമസ്റ്റിക് സെക്ടേഴ്സിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ആണ് പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ പോയിന്റ് സോഴ്സ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നല്ല എന്ത് വരുന്നത്? ഇതേപോലുള്ള വാട്ടർ പൊല്യൂഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. സോഴ്സസ് ഓഫ് ഒറിജിൻ കനോട്ട് ബി ട്രേസ്ഡ് ടു എ സിംഗിൾ ഡിസ്ചാർജ് പോയിന്റ്. നമുക്കൊരു പെർട്ടിക്കുലർ സിംഗിൾ പോയിന്റിൽ നിന്ന് നമുക്ക് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വാട്ടർ പൊല്യൂട്ടഡ് വാട്ടർ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ മൈനിങ് ഏരിയാസ്, ഒരുപാട് സ്ഥലത്തു നിന്നായിരിക്കാം എന്ത് വരുന്നത്? ഇങ്ങനെയുള്ള വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സ് ഉണ്ടാവുന്നത്. തേർഡ് വൺ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. നാച്ചുറലി വാട്ടർ പൊല്യൂഷന് കാരണമായിട്ടുള്ള സോഴ്സസ് ആണ്. അത് ഏതൊക്കെയാണ്? റെയിൻ വാട്ടർ, അറ്റ്മോസ്ഫിയർ, അണ്ടർഗ്രൗണ്ട് റോക്സ് ആൻഡ് വോൾക്കാനോസ്. ഇനി ഫോർത്ത് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. അത് ഏതൊക്കെയാണ്? അതെന്താണ്? ദീസ് സോഴ്സസ് ഇൻക്ലൂഡ് ഓയിൽ സ്പിൽസ്, ഓയിൽ നിന്ന് വരുന്ന ഓയിൽ സ്പിൽസ്, ഓയിൽ ഡിസ്ചാർജ് ഉണ്ടാവുക, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജസ് ഉണ്ടാവുക, അതുപോലെ അഗ്രികൾച്ചർ ഫീൽഡ്സിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ്, വേസ്റ്റ് വാട്ടർ ഫ്രം ഓട്ടോമൊബൈൽ ഗാരേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മാൻമെയ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഈ മാൻമെയ്ഡ് സോഴ്സിൽ അല്ലെങ്കിൽ ആന്ത്രോപോജനിക് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ തന്നെ 4 ഉണ്ട്. ഫസ്റ്റ് വൺ എ ഡൊമസ്റ്റിക് വാട്ടർ വേസ്റ്റ് വാട്ടർ, then B agricultural waste water, C industrial waste water, D underground water. ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഒന്ന് ഓടിച്ചു നോക്കാം. ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
the wastewater generated from residential areas. Residential areas അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഏരിയാസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ആണ്. ഇങ്ങനെ വരുന്ന വേസ്റ്റ് വാട്ടറിൽ 99.9% വാട്ടർ തന്നെയായിരിക്കും, 0.1% സോളിഡ് ആയിരിക്കും. അഗ്രികൾച്ചറൽ വേസ്റ്റ് വാട്ടർ എന്താണ്? ദിസ് ഇസ് റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അഗ്രികൾച്ചർ വേസ്റ്റ് വാട്ടർ ഉണ്ടാവുന്നത്. ഇതെങ്ങനെയാണ്? Wastewater, this type of wastewater is rich in nitrogen, phosphorus, organic matters and pesticides. ഇങ്ങനെ അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടേഴ്സിൽ നൈട്രജനും ഫോസ്ഫേറ്റും അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ അളവ് കൂടുതലായിരിക്കും. This include rapid growth of microscopic plants in the surface water, thereby reducing oxygen content ഇൻ അക്വാട്ടിക് എൻവയോൺമെൻറ്റ്. ഇങ്ങനെ വരുന്ന അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ നമ്മളുടെ വാട്ടർ പൊല്യൂഷന് കാരണമാകുമ്പോൾ അവിടെ എന്തുണ്ടാവാം? ഒരു മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ് റാപ്പിഡായിട്ട് ഗ്രോത്ത് ചെയ്യാം. നമ്മൾ ചില റിവറിലൊക്കെ കാണുന്നുണ്ടല്ലോ, റാപ്പിഡായിട്ട് മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സുകൾ അത് വളരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കണ്ടന്റിന് റിഡക്ഷൻ ഉണ്ടാവും. അതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ആണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ്? ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ കാരണമാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഉണ്ടാവുന്നത്. ഇറ്റ് മേ ഹാവ് പൊല്യൂട്ടൻസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് റേഞ്ചിങ് ഫ്രം സിമ്പിൾ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ് ടു കോംപ്ലക്സ് ടോക്സിക് സബ്സ്റ്റൻസസ്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി ഓപ്പറേഷൻസിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് മുതൽ ഓർഗാനിക് മാറ്റേഴ്സ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് വരെ ഉണ്ടാവാം. ലാസ്റ്റ് മാൻമെയ്ഡ് പൊല്യൂഷൻ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ആണ്. ഇത് വേരിയസ് കൈൻഡ് ഓഫ് ഹാംഫുൾ മെറ്റീരിയൽസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, മെറ്റൽ എക്സെട്ര പ്രസന്റ് ഇൻ ദ സോളിഡ് വേസ്റ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഒരു ഫീൽഡിലുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും അതേപോലെ മെറ്റൽസും ഇങ്ങനെയുള്ള സോളിഡ് വേസ്റ്റ് എല്ലാം എന്താവും? വാട്ടറിൽ ഡിസോൾവ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡ്യൂറിങ് റെയിൻ ടൈമിൽ ഈ പൊല്യൂട്ടൻസ് എല്ലാം എന്ത് ചെയ്യപ്പെടും? ഈ വാട്ടറിനോട് കൂടെ ചേർന്ന് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകും, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ദ ഗ്രൗണ്ട് വാട്ടർ. അങ്ങനെ ഗ്രൗണ്ട് വാട്ടറിലും എന്തുണ്ടാക്കും? പൊല്യൂഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടർ പൊല്യൂഷൻസ് എല്ലാം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. Rather than releasing sewage waste into water bodies, it is better to treat them before discharge. നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് സീവേജ് ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടേഴ്സ് എല്ലാം വാട്ടർ ബോഡീസിൽ ഡയറക്റ്റ് വിടാതെ നമുക്കതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിനെ വാട്ടർ മാത്രം ഡിസ്ചാർജ് ചെയ്താൽ മതിയാവുന്നതാണ്. പ്രാക്ടീസിങ് ദിസ് ക്യാൻ റെഡ്യൂസ് ഇനീഷ്യൽ ടോക്സിറ്റി ആൻഡ് റിമൈനിങ് സബ്സ്റ്റൻസസ് ക്യാൻ ബി ഡീഗ്രേഡഡ്. ഇങ്ങനെ അതിനെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇനീഷ്യൽ ആയിട്ടുള്ള ടോക്സിറ്റി എല്ലാം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിയുള്ള സബ്സ്റ്റൻസ് എല്ലാം നമുക്ക് കറക്റ്റ് രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് കളയാനും പറ്റും. ഇഫ് ദ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ വാട്ടർ ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട്, then this can be reused in sanitary systems and agriculture field. ഇങ്ങനെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും വാട്ടറിന് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന വാട്ടേഴ്സ് എല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സാനിറ്ററി പർപ്പസിനും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡ്സിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ വാട്ടർ ട്രീറ്റ് ചെയ്ത വാട്ടേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ. എന്താണ് വാട്ടർ പൊല്യൂഷൻ, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അതേപോലെ കൺട്രോൾ മെഷർ ഓഫ് വാട്ടർ പൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. താങ്ക് യു. വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2 നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ദറ്റ് ഈസ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് 3R കോൺസെപ്റ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. അതിനകത്ത് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്, 3R കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് സീറോ വേസ്റ്റ് എന്ന് നോക്കാം. സീറോ വേസ്റ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോക്കസ്ഡ് ഓൺ വേസ്റ്റ് പ്രിവെൻഷൻ that encourages redesigning resource life cycles so that all products are reused. എന്താണ് സീറോ വേസ്റ്റ്? ഇത് എന്ത് പ്രിൻസിപ്പിളാണ് ഫോക്കസ് ചെയ്യുന്നത്? വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? നമുക്കറിയാം സീറോ വേസ്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് പ്രിവെൻഷനാണ് അതിൻ്റെ ഫോക്കസ്ഡ് ഏരിയ. അത് എന്താണ് എൻകറേജ് ചെയ്യുന്നത്? ദാറ്റ് എൻകറേജസ് റീഡിസൈനിങ് റിസോഴ്സ് ലൈഫ് സൈക്കിളിൻ്റെ റീഡിസൈനിങ് റിസോഴ്സ് ലൈഫ് സൈക്കിൾ. നമ്മുടെ ലൈഫ് സൈക്കിളിൽ വരുന്ന ഓരോ റിസോഴ്സസിനെയും റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ ദാറ്റ്
all products are reused. അതിൻ്റെ നമ്മുടെ ലൈഫ് സൈക്കിളിൻ്റെ ഓരോ ഏരിയയിലും വെച്ച് അതിൻ്റെ റീഡിസൈനിങ് നടക്കുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പെർട്ടിക്കുലർ സ്റ്റെപ്സിൽ വെച്ചിട്ടും നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. The goal of this movement is to avoid sending trash to landfills, incinerators or the oceans. അതായത് ഒരു എയിം എന്ന് പറയുന്നത് അവോയ്ഡ് സെൻഡിങ് ട്രാഷ്, നമുക്ക് നമ്മളുടെ വേസ്റ്റുകളെല്ലാം ട്രാഷിലേക്ക് സെൻഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലാൻഡ് ഫിൽസ്, നമ്മുടെ കരകളിലേക്കോ, ഇൻസിനറേറ്റർ എന്താണ്, കത്തിച്ച് കളയുന്ന സ്ഥലങ്ങളാണ് ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴും ആയാലും നമുക്ക് എന്ത് തന്നെയാണ് ഉണ്ടാവുന്നത്, എയർ പൊല്യൂഷനാണ് ഉണ്ടാവുന്നത്, ഓർ ദ ഓഷ്യൻ. In a zero waste system, the material will be reused until the optimum level of the consumption is reached. അതായത് മാക്സിമം ലെവൽ, ഒരു മെറ്റീരിയലിന്റെ മാക്സിമം ലെവൽ എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് റീയൂസ് ചെയ്യണം. അതാണ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇനി the definition of zero waste according to Zero Waste International Alliance ZWIA വെച്ച് എങ്ങനെയാണ് സീറോ വേസ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കാം. എന്താണ് പറയുന്നത്, ദ കൺസർവേഷൻ ഓഫ് ഓൾ റിസോഴ്സസ് ബൈ മീൻസ് ഓഫ് റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, റീയൂസ് ആൻഡ് റിക്കവറി ഓഫ് പ്രൊഡക്ട്സ്, പാക്കേജിംഗ് ആൻഡ് മെറ്റീരിയൽസ് വിതൗട്ട് ബേണിംഗ് and with no discharges to land, water or air that threaten the environment or human health. അതായത് എല്ലാ റിസോഴ്സുകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് സീറോ വേസ്റ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ബൈ മീൻസ് ഓഫ് റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, റീയൂസ് ആൻഡ് റിക്കവറി ഓഫ് പ്രൊഡക്ട്സ്. ഓരോ പ്രൊഡക്റ്റിനെയും റെസ്പോൺസിബിളായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക, കൺസ്യൂം ചെയ്യുക, അതിനെ റീയൂസ് ചെയ്യുക. അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഓരോ മെറ്റീരിയൽസ് ഒന്നും ബേൺ ചെയ്യാതെയും അല്ലെങ്കിൽ ഇതെല്ലാം ലാൻഡിലേക്കോ വാട്ടറിലേക്കോ എയറിലേക്കോ ഡിസ്ചാർജ് ചെയ്യാതെയും നോക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം, എൻവയൺമെൻറ്റിനും ഹ്യൂമൻ ഹെൽത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാം. അങ്ങനെ എൻവയൺമെൻറ്റിനെയോ ഹ്യൂമൻ ഹെൽത്തിനെയോ ഭീഷണി വരുന്ന രീതിയിലുള്ള ഡിസ്ചാർജുകളെല്ലാം ഒഴിവാക്കുക, ബേൺ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക, കൂടുതൽ കൊണ്ടുവരിക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷനും കൺസപ്ഷനും റീയൂസും നിലവിൽ വരുത്തുക. അതാണ് സീറോ വേസ്റ്റ് ഇന്റർനാഷണൽ അലയൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സീറോ വേസ്റ്റ് എന്താ നോക്കാം. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ടു പ്രൊമോട്ട് സീറോ വേസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ്, to ensure that our planet will be able to sustain itself in the future. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സീറോ വേസ്റ്റ് ലിവിങ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഒബ്വിയസ്. നമ്മുടെ ലൈഫിൽ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്രിയേറ്റ്സ് അവെയർനെസ് ആൻഡ് കൺസർവേഷൻസ് സറൗണ്ടിങ് environmental degradation, climate change, social justice and stem wider than simply throwing fewer things away. വെറുതെ ചുമ്മാ നമ്മളുടെ ഈ വേസ്റ്റുകളെല്ലാം ഒരു സൈഡിലേക്ക് വലിച്ചു കളയുന്നതിനപ്പുറത്തേക്ക് ഈ സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് ഒരു അവയർനെസ്സും അതേപോലെ തന്നെ കൺസർവേഷനും ഉണ്ടാവുകയാണ്. എന്തിനൊക്കെ പറ്റിയിട്ട്, സറൗണ്ടിങ് എൻവയൺമെന്റൽ ഡീഗ്രഡേഷനെ പറ്റിയും ക്ലൈമറ്റ് ചേഞ്ചസിനെ പറ്റിയും സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതിയെ പറ്റിയും ഒരു അവയർനെസ്സും അതേപോലെ തന്നെ കൺസർവേഷനും ഉണ്ടാക്കുകയാണ് സീറോ വേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റോടുകൂടി നടക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ബെനിഫിറ്റ്സ് ഓഫ് സീറോ വേസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത്, ലിവിങ് ഓർഗാനിസം കൺസ്യൂം റിസോഴ്സസ് ആൻഡ് പ്രൊഡ്യൂസ് വേസ്റ്റ് വിച്ച് ഇസ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നു, അതേപോലെ തന്നെ വേസ്റ്റ് ഉണ്ടാക്കുന്നു, വിച്ച് ഇസ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്, വേറെ ഓർഗാനിസംസിനുള്ള ഫുഡായി മാറുന്നു. ആസ് എ റിസൾട്ട് all the waste are continuously recycled and thereby making the environment clean and more sustainable. അങ്ങനെ റീയൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ട് എൻവയൺമെൻറ്റ് ക്ലീൻ ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും കീപ്പ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസിങ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്, ഇതാണ് 3R എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ദീസ് ക്യാൻ ബി എ കീ പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്ട്രാറ്റജി ടു റെഡ്യൂസ് അവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഈ ഒരു 3 സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും.
Zero waste approach can build community capacity, support marginalized communities, and protect community health. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. ഫൈനലി, സീറോ വേസ്റ്റ് ക്യാൻ ബി ഹ്യൂജ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ക്ലൈമറ്റ് ആൻഡ് ബിസിനസ്. ഈ എല്ലാ കാര്യത്തിനും നമുക്ക് സീറോ വേസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലുള്ള 3 R's ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമുക്കറിയാം 3 R's എന്ന് പറയുന്നത് ആർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഫസ്റ്റ് വൺ റെഡ്യൂസ് ആണ്. നമുക്കറിയാം റെഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ഫസ്റ്റ് ഇതിൽ തന്നെ 2 ഗോൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എന്ത് റെഡ്യൂസ് ചെയ്യണം? ഫസ്റ്റ് goal of source reduction is simply to reduce the overall amount of waste. മൊത്തം വേസ്റ്റിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് ടു കൺസേർവ് റിസോഴ്സസ് ബൈ നോട്ട് യൂസിങ് റോ ഓർ വെർജിൻ മെറ്റീരിയൽസ്. ആദ്യം പറയുന്നത് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത പറയുന്നത് എന്താണ്? നമ്മളുടെ റിസോഴ്സസിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് റോ മെറ്റീരിയലിന്റെ ഉപയോഗം കുറയ്ക്കുക. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ by following source reduction, fewer raw material will have to be used to produce the product. പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒറിജിൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിന്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് റീയൂസ് ആണ്. നമുക്കറിയാം റീയൂസ് അല്ലെ, പിന്നെയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിലും 2 കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ നോക്കി മേടിക്കുക. അതായത് ഒരു തവണ വാങ്ങി ഉപയോഗിച്ച് ത്രോ ചെയ്യുന്നതിന് പകരം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം നിങ്ങൾ നോക്കി മേടിക്കുക. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേ എന്താണ്? ടു റീയൂസ് ഈസ് ടു ബൈ ആൻ ഐറ്റം സെക്കൻഡ് ഹാൻഡ്, ബോറോ ഓർ റെന്റ് an item instead of buying the product new. പുതിയൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളത് മേടിക്കുക, അല്ലെങ്കിൽ കടം എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് റീയൂസിന്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എടുക്കുക. രണ്ടാമത് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ആർ, മൂന്നാമത്തെ ആർ എന്ന് പറയുന്നത് റീസൈക്കിൾ ആണ്. റീസൈക്കിൾ എന്താ പറയുന്നത്? ഇത് അവസാനത്തതും അതേപോലെ തന്നെ കോമൺലി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള 3 R'സിൽ വരുന്ന ഒരെണ്ണമാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. റീസൈക്ലിംഗ് ഈസ് ചേഞ്ചിങ് ദ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ പ്രോഡക്റ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് യൂസിങ് മോർ വെർജിൻ റിസോഴ്സസ് അല്ലെങ്കിൽ റോ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് പകരം പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളുടെ പഴയ ഓൾറെഡി യൂസ് ചെയ്ത മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? പേപ്പേഴ്സ്, പ്ലാസ്റ്റിക്സ്, സ്റ്റെയിൻഡ് ഫാബ്രിക്സ്, അതേപോലെ തന്നെ വേസ്റ്റ് ഇലക്ട്രോണിക്സ്, മെറ്റൽസ് എല്ലാം ഇതേപോലെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. Then it decreases pollutants while saving money, energy, raw material and land spaces. നമുക്ക് പൊല്യൂട്ടൻസ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? മണിയും എനർജിയും അതേപോലെ റോ മെറ്റീരിയൽ എല്ലാം സേവ് ചെയ്തുകൊണ്ട്. റീസൈക്ലിംഗ് മീൻസ് ട്രീറ്റിംഗ് ദ മെറ്റീരിയൽ ആസ് വാല്യുബിൾ റിസോഴ്സസ് റാദർ ദാൻ വേസ്റ്റ്. ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വേസ്റ്റ് അല്ല. ഇതിനെല്ലാം നമ്മൾ വാല്യുബിൾ റിസോഴ്സസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്കിത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സോളിഡ് വേസ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 3 R's. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. താങ്ക് യു. വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 2 അടുത്ത ടോപ്പിക്സ് ആണെന്ന് നോക്കാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡെപ്ലീഷൻ. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സോളാർ റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ greenhouse gases rather than reflected back into space. This insulates the Earth's surface and keep it from freezing. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സണ്ണിൽ നിന്ന് റേഡിയേഷൻസ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു. എർത്ത് സർഫേസ് എന്ത് ചെയ്യുന്നു? ഒരു പാർട്ട് ഓഫ് ദ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്നു, ബാക്കിയുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് എല്ലാ റേഡിയേഷൻസും റിഫ്ലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എർത്തിന്റെ സർഫേസ് എന്തായി പോകും? ഫ്രീസ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അതായത് വരുന്ന ടെമ്പറേച്ചർ എല്ലാം റിഫ്ലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ. അതിന് പകരം എന്ത് ചെയ്യുന്നു, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു, ഈ ഓൾറെഡി നമ്മുടെ എർത്തിന്റെ സർഫേസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേഡിയേഷൻസിനെ തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ആ ഒരു പ്രൊസീജിയറാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളത് കൊണ്ട് നമ്മളുടെ റേഡിയേഷൻസ് തിരിച്ച് സ്പേസിലേക്ക് പോകാതെ എർത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് എന്ന പ്രൊസീജിയറാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എർത്തിന്റെ സർഫേസ് എന്താക്കി മാറ്റുന്നു, ഫ്രീസ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നു. It is a natural phenomenon which refers to the rise in temperature of the earth due to the presence of certain greenhouse gases in the atmosphere. ഈ പറഞ്ഞത് തന്നെ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു മിനിമം ഡിഗ്രി കീപ്പ് ചെയ്യണം. അതിനു വേണ്ടി എല്ലാ റേഡിയേഷൻസും സ്പേസിലേക്ക് തിരിച്ചു പോകാതെ നമ്മളുടെ എർത്തിന്റെ സർഫേസിൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാച്ചുറൽ ഫിനോമിനായിട്ട് ഉണ്ടാവുന്ന ഗ്യാസിന്റെ ഒരു ലെയർ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ വരുന്നത്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തൊക്കെയാണ്? വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. ഇത്രയുമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് അറിയപ്പെടുന്നത്. വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. These gases are transparent to the incoming ultraviolet solar radiations but trap the outgoing infrared radiations, reflected back to the earth's surface. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഗ്യാസസ് എല്ലാം ട്രാൻസ്പെറൻറ്റ് ടു ഇൻകമിങ് വയലറ്റ് സോളാർ റേഡിയേഷൻസ്, നമ്മുടെ അൾട്രാവയലറ്റ് സോളാർ റേഡിയേഷൻസിന് ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇവിടുന്ന് തിരിച്ച് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. If these gases were not present, the annual average temperature of the earth would be much lower than they are now. ഈ ഗ്യാസസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ -18 ഡിഗ്രി സെൽഷ്യസ് ആയേനെ. ഇപ്പൊ നമുക്കുള്ള ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. Excess amount of greenhouse gases will create excess hot conditions all over the earth. ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസും അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റും. അത് നമുക്ക് ആവശ്യമാണ് താനും. പക്ഷെ ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വന്നാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഒബ്വിയസ്ലി ഇൻക്രീസ് ആവും. Okay. Although the greenhouse effect is naturally occurring phenomenon, it is possible that the effect could be intensified by the emission of greenhouse gases into the atmosphere as a result of human activity. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡ് ഒക്കെ ആണെങ്കിലും അതെല്ലാം നാച്ചുറലി ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവുന്നതും നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒരു മിനിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതും. നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. From the beginning of the Industrial Revolution through the end of 20th century, the amount of carbon dioxide in the atmosphere increased roughly by 30%. നമുക്കറിയാം 20th സെഞ്ചുറിയോട് കൂടി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് എല്ലാം ഒരുപാട് ഉണ്ടായി. അപ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെമ്പറേച്ചർ 30% ഇൻക്രീസ് ആയി. സയന്റിസ്റ്റുകൾ പറയാണ് ഒരു 21st സെഞ്ചുറിയോട് കൂടി 3 to 4 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആവും. ഈ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ പ്രൊസീജിയറാണ്. പക്ഷെ ഗ്ലോബൽ വാർമിംഗ് നമ്മളുടെ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് ദോഷകരമായ ഒരു സംഭവമാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് ഗ്ലോബൽ വാർമിംഗ് could alter Earth's climate and thereby produce new pattern and extreme of drought and rainfall and possibly disrupt food production in certain region. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? എർത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആവാം, അതേപോലെ തന്നെ വരൾച്ച ഒരുപാട് ഉണ്ടാവാം, റെയിൻഫോൾ ഒരുപാട് ഉണ്ടാവാം, ഫുഡ് പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യാം. അടുത്ത ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പൊ എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഇറ്റ് ഈസ് the increase of Earth's average surface temperature due to the presence of too much greenhouse gases
such as carbon dioxide and methane. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേണം. പക്ഷേ നമ്മളുടെ ആക്ടിവിറ്റീസ് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുമ്പോൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേൻ്റെയും അളവ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ആ ഒരു പ്രൊസീജിയറാണ്, ആ ഒരു ഫിനോമിനനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചിരുന്നത്. The atmosphere hold on too much heat instead of letting it escape into space. അപ്പം അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യപ്പെടുന്നു, ഒരുപാട് ടെമ്പറേച്ചറിനെ ഹോൾഡ് ചെയ്യുന്നു, അല്ല rather than escape these temperature escape into the space. This results in global warming. അങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഗ്ലോബൽ വാർമിംഗ് വെച്ച് കഴിഞ്ഞാൽ ആഗോള താപനം, ഒരുപാട് ചൂടാകും. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? Burning of fossil fuels, refrigerants and air condition of release CFC, deforestation, methane emissions occur due to anaerobic decomposition, methane emission from livestock, animal farming എന്നൊക്കെ ഉണ്ടാവുന്ന മീഥേൻ എമിഷൻസ്, ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം. അങ്ങനെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ, ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് എന്തൊക്കെ എഫക്റ്റുകളായിരിക്കും ഉണ്ടാവുക? സീ ലെവൽ റൈസ് ചെയ്യാം, റെയിൻഫോൾ പാറ്റേണിന് ചേഞ്ചസ് ഉണ്ടാവാം. അത് നമുക്കിപ്പോൾ തന്നെ കാണാവുന്നതാണ്. പണ്ടുണ്ടായിരുന്ന ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന റെയിൻഫോൾ അല്ല ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം, ഐസ് മെൽറ്റ് ആകാം, ഗ്ലേഷ്യേഴ്സ് എല്ലാം മെൽറ്റായി പോവാം, വൈഡ് സ്പ്രെഡ് വാനിഷിംഗ് ഓഫ് ആനിമൽ പോപ്പുലേഷൻ, സ്പ്രെഡ് ഓഫ് ഡിസീസസ്, അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻസ്, ഇതെല്ലാമാണ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉണ്ടാവുന്ന എഫക്റ്റുകൾ. ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി യൂസേജ്, സോളാർ എനർജിയും അതേപോലെ വിൻഡ് എനർജീസ് ഒക്കെ യൂസ് ചെയ്യുക. ഡിപ്പെൻഡ് മോർ ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കാം. എഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷനും പ്രൊമോട്ട് ചെയ്യുക. അഡോപ്റ്റ് 3R കോൺസെപ്റ്റ് വെൻ എവർ പോസിബിൾ. 3R കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അങ്ങനെ 3Rs എന്നുള്ള കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുക. റെഡ്യൂസ് എനർജി കൺസപ്ഷൻ അറ്റ് ഹോം ആൻഡ് ഓഫീസ് എക്സെട്ര. ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന മെഷേഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. Climate change refers to changes caused by global warming in weather and exist for an extended period of time. ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മളുടെ വെതറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒരുപാട് കാലം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നതെന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണങ്ങൾ നാച്ചുറൽ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ട്, ആന്ത്രോപോജനിക് കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ട്. നാച്ചുറൽ കോസസ് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. ആന്ത്രോപോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങളാണ്. നാച്ചുറൽ കോസസ് എന്തൊക്കെയാണ്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സംഭവിക്കുമ്പോൾ, കോണ്ടിനെന്റൽസിന് വേരിയേഷൻസ് വരുമ്പോൾ, വേരിയേഷൻസ് ഇൻ സോളാർ ഔട്ട്പുട്ട്, വോൾക്കാനോസ്, എർത്ത് ടിൽറ്റ്, എർത്തിൻ്റെ ചെരിവ്, അതേപോലെ ഓഷ്യൻ കറൻസ്. ഇനി ആന്ത്രോപോജനിക് കോസസ് ഏതൊക്കെയാണ്? ഇൻക്രീസ് യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഡീഫോറസ്റ്റേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ്. ഈ അർബനൈസേഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഒക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ദോഷങ്ങളും ഉണ്ടെന്നുള്ളതാണ്. എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന് എഫക്ട്സ് നമ്മൾ ഓൾറെഡി നോക്കിയ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്ട്സ് തന്നെ നോക്കിയാൽ മതിയാവുന്നതാണ്. അടുത്തത് ഓസോൺ ലെയർ ഡെപ്ലീഷനാണ്. ഓസോൺ ലെയർ ഇസ് എ ഡീപ്പ് ലെയർ ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ഒരു ഡീപ്പർ ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിൽ ഇവിടെയാണ് നമ്മുടെ ആ ഓസോൺ ലെയർ കാണുന്നത്. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഡീപ്പർ ആയിട്ടുള്ള ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓസോൺ ഈസ് എ നാച്ചുറലി ഒക്കറിംഗ് മോളിക്യൂൾ കണ്ടെയ്നിങ് 3 ഓക്സിജൻ ആറ്റംസ്. ഇത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. ഇതിന് 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ദീസ് ഓസോൺ മോളിക്യൂൾസ് ഫോം എ gaseous ലെയർ ഇൻ ദ എർത്ത് അപ്പർ അറ്റ്മോസ്ഫിയർ കോൾഡ് സ്ട്രാറ്റോസ്ഫിയർ. എർത്തിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഈ മോളിക്യൂൾസ് എല്ലാം ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു റീജിയൻ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. This lower region of the stratosphere containing relatively higher concentration of the ozone is called ozonosphere. ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴെ ഭാഗത്ത്
ഓസോണിൻ്റെ ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ ഒരു റീജിയൻ ആണ് ഓസോണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രാറ്റോസ്ഫിയർ കാണാം. ഇതിൻ്റെ ലോവർ സൈഡിലായിട്ടായിരിക്കും ഓസോണോസ്ഫിയർ ഉണ്ടാവുന്നത്. Ozonosphere is found 15 to 35 kilometers above the surface of the earth, and it protects our planet from the harmful UV radiation. നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്നതാണ്. ഈ ഓസോൺ ലെയർ ആണ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനിൽ നിന്നും അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. ഇത് ഏകദേശം 15 to 35 കിലോമീറ്ററിൻ്റെ പരിധിക്കുള്ളിലായിരിക്കും ഈ ഒരു ലെയർ ഉണ്ടാവുന്നത്. ഇതൊരു 20 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അപ്പർ 50 ആണ്. അപ്പോൾ ഇത് ഏകദേശം 15 to 35 കിലോമീറ്ററിനകത്ത് വരും. Ozone layer has capacity to absorb almost 97 to 99% of the harmful ultraviolet radiations that sun emits. Sun emit ചെയ്യുന്ന 99%ഓളം ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസിനെ, അൾട്രാവയലറ്റ് റേഡിയേഷനെ തടുക്കാൻ കേപ്പബിൾ ആണ് നമ്മളുടെ ഈ ഓസോൺ ലെയർ. UV rays produce long-term devastating effect on human being as well as plants and animals. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെയും ഈ ശക്തമായ UV റേസിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓസോൺ ലെയറിൻ്റെ കടമ. Ozone depletion refers to the phenomenon of reduction in the amount of ozone in the stratosphere. അപ്പോൾ ഓസോൺ ഡെപ്ലീഷൻ ആണ് നമ്മുടെ ടോപ്പിക്. ഓസോൺ ഡെപ്ലീഷൻ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഓസോൺ ഡെപ്ലീഷൻ സംഭവിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാരണങ്ങളാണ് മാൻമെയ്ഡ് കോസസ് ഓഫ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ. എന്താണെന്ന് നോക്കാം. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡെപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ ഇസ് ദ എക്സസീവ് റിലീസ് ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ഫ്രം മാൻമെയ്ഡ് കോമ്പൗണ്ട്സ് ലൈക്ക് CFC. അതായത് നമ്മുടെ ക്ലോറോഫ്ലോറോ കാർബൈഡ്സിൽ നിന്നും ക്ലോറിനും ബ്രോമിനും എക്സസീവായിട്ട് റിലീസ് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ ഓസോൺ ലെയറിന് ഡെപ്ലീഷൻ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലോറോഫ്ലോറോ കാർബൈഡ്സിനെ നമ്മൾ പറയുന്നതാണ് ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ദ മാൻമെയ്ഡ് കോമ്പൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അങ്ങനെ ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് നമുക്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് മഴയായിട്ട് തിരിച്ചു വരുന്നില്ല. പകരം അത് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കാലം നിലനിൽക്കുന്നു. അപ്പോൾ വിത്ത് മോർ സ്റ്റെബിലിറ്റിയോട് കൂടി നമ്മളുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഒരുപാട് കാലം നിൽക്കുകയും അത് എന്ത് ചെയ്യപ്പെടും? ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഇരിക്കുന്നത്. ഈ ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്യാസസ് എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ എത്തുമ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഫ്രം ദ സൺ ബ്രേക്ക് ദം ടു റിലീസ് ക്ലോറിൻ ആൻഡ് ബ്രോമൈഡ്. ഈ ക്ലോറോഫ്ലോറോ കാർബൺസിൽ നിന്നും ക്ലോറിനും ബ്രോമിനും എന്ത് ചെയ്യപ്പെടും? ബ്രേക്ക് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ഓസോൺ ലെയറിനെ തകർക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഓസോൺ ലെയർ ഡെപ്ലീഷൻ ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഐക്ക് ഡാമേജ് സംഭവിക്കാം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കാം, റിഡക്ഷൻ ഇൻ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് മെറൈൻ ഓർഗാനിസംസ് ദാറ്റ് ആർ ഫുഡ് സ്മോൾ ഫിഷ്, ചെറിയ ഫിഷുകളും അതേപോലെ തന്നെ വെയിൽസും ഒക്കെയാണ്. അതിനൊക്കെ റിഡക്ഷൻസ് സംഭവിക്കാം. സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം, ഡാമേജ് ടു ദ DNA ഇൻ വേരിയസ് ലൈഫ് ഫോംസ്. ഇത്രയൊക്കെയാണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 ലാസ്റ്റ് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാം. കാർബൺ ക്രെഡിറ്റ്സ്, carbon trading and carbon footprints, legal provision for environmental protection. The first one, carbon credits. കാർബൺ ക്രെഡിറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് കാർബൺ ഓഫ്സെറ്റ് എന്നുള്ളത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ്സ് ആർ പെർമിറ്റ് ദാറ്റ് അലോ ദ ഓണർ ടു എമിറ്റ് a certain amount of carbon dioxide or other greenhouse gases. One credit permit the emission of 1 ton of carbon dioxide or equivalent in any other greenhouse gases. അതായത് ഓരോ കമ്പനി ഓണേഴ്സിനും ഗ്രീൻ ഹൗസ് ഗ്യാസസോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡോ പുറന്തള്ളാൻ
സമ്മതിക്കുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഓരോ ആൾക്കാർക്കും ഇത്ര ക്രെഡിറ്റ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നു, ഓരോ കമ്പനീസിനും കൊടുക്കുന്നു. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ്. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ക്രെഡിറ്റിന് ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് 10 ക്രെഡിറ്റ് ഉണ്ട്, 10 ക്രെഡിറ്റ് കാർബൺ ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആ കമ്പനിക്ക് ആ മാസം ഒരു 10 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? കാർബൺ ക്രെഡിറ്റ് വെയർ ഡിവൈസ്ഡ് ആസ് എ മെക്കാനിസം ടു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. തോന്നുന്ന പോലെ കമ്പനികളെല്ലാം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വെളിയിലേക്ക് വിടാതെ, അല്ലെങ്കിൽ വേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ വെളിയിലേക്ക് വിടാതെ നമുക്ക് അതൊരു മെക്കാനിസമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസം. ഇത്ര ക്രെഡിറ്റ് കൊടുക്കുന്നു, ഇത്രയേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. Companies get a set number of credits which decline over time, and they can sell any excess to other company. ഇപ്പോൾ ഒരു കമ്പനിക്ക് 10 ക്രെഡിറ്റ് ആണ്, കാർബൺ ക്രെഡിറ്റ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10ൽ കൂടാൻ പാടില്ല. ഇത് കാലക്രമേണ ഇത് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇപ്പം 10 ഉപയോഗിച്ചിട്ടില്ല, 9 ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യാം, വേറൊരു കമ്പനിക്ക് വിൽക്കുകയും ചെയ്യാം. Carbon credits create a monetary incentive for companies to reduce their carbon emission. കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Those that cannot easily reduce the emission can still operate at a higher financial cost. ഇപ്പോൾ ഒരു കമ്പനീസിന് കുറയ്ക്കാൻ പറ്റണില്ല എങ്കിൽ കൂടുതൽ ഫിനാൻഷ്യൽ കോസ്റ്റ് കൊടുത്ത് വേറെ ക്രെഡിറ്റ് മേടിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബൺ ക്രെഡിറ്റിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ദ റൈറ്റ് ടു എമിറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇക്വലന്റ് ടു 1 ടൺ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് 1 ടൺ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസോ 1 ടൺ നമുക്ക് എമിറ്റ് ചെയ്യാം. അതാണ് ഒരു കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു എൻവയൺമെന്റൽ ഡിഫൻസ് ഫണ്ട് പ്രകാരം ഇത് എന്തിന് ഇക്വലന്റ് ആണ്? 2400 മൈൽ ഡ്രൈവിന് ഇക്വലന്റ് ആണ്. അത്രയും ഡ്രൈവ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിന് ഇക്വലന്റ് ആണ് 1 ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. Companies or nations are allowed a certain number of credits and may trade them to help balance total worldwide emissions. കമ്പനീസിനും അതേപോലെ തന്നെ ഗവൺമെന്റ്സിനും നേഷൻസിനും എന്ത് ചെയ്യാം? they are allotted a certain number of credits. ഓരോരുത്തർക്കും ഇത്ര ക്രെഡിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഇക്വലന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യാവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. Since carbon dioxide is the principal greenhouse gases, the United Nations notes the people speak simply of trading the carbon. കാർബൺ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതുകൊണ്ടാണ് കാർബണിൻ്റെ രീതിയിൽ കാർബൺ ക്രെഡിറ്റും കാർബൺ ട്രേഡിങ്ങിനെയും പറ്റി സംസാരിക്കുന്നത്. വേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ മീഥെയിനും അല്ലെങ്കിൽ വേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവൈലബിൾ ഉണ്ട്. പക്ഷേ കാർബണിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്, ബിക്കോസ് കാർബൺ ഇസ് ദ പ്രിൻസിപ്പൽ ഗ്രീൻ ഹൗസ് ഗ്യാസ്. നെക്സ്റ്റ് ഇസ് കാർബൺ ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാപാരം അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അല്ലെ, കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പോൾ കാർബൺ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ക്രെഡിറ്റ്സ്, കാർബൺ ക്രെഡിറ്റ്സ് ദാറ്റ് പെർമിറ്റ് എ കമ്പനി ഓർ അതർ എൻറ്റിറ്റി ടു എമിറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസോ ഇത്ര നിശ്ചിത അളവിൽ കാർബൺ ക്രെഡിറ്റ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രൊസീജിയറാണ് കാർബൺ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദ കാർബൺ credit and the carbon trade are authorized by government with goal of gradually reducing the overall carbon emissions. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാർബൺ ട്രേഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത് എന്തിനാണ്? മെയിൻ എയിം എന്താണ്? കാർബൺ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ therefore we can mitigate their contribution to
climate change. ഇതിനകത്ത് പറയുന്ന key points, carbon trade എന്താണ്? It is an agreement allowed for sale of carbon credit in order to reduce the total emissions. Several countries and territories have started carbon trading programs. ഒരുപാട് countries territories ഒക്കെ carbon trading programs start ചെയ്തിട്ടുണ്ട്. Carbon trading is adapted from cap and trade, a regulatory approach that successfully reduced the sulfur pollutions in 1990. 1990 ഓടുകൂടി sulfur pollutions reduction carbon trading കാരണം നടന്നിട്ടുണ്ട്. These measures are aimed at reducing the effect of global warming. എല്ലാത്തിൻ്റെയും final aim എന്താണ്? To reduce the effect of global warming, but their effectiveness remains a matter of debate. ഇനി എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നാണ് കാർബൺ ട്രേഡ് വാങ്ങുന്നതെന്നും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണെന്നും എങ്ങനെയായിരിക്കും അതിൻ്റെ റേറ്റ് എന്നും നോക്കാം. There are many regional exchange that can used to carbon trading. കാർബൺ ട്രേഡിങ്ങിന് ഒരുപാട് regional exchange നിലവിലുണ്ട്. Some of the largest include Expassive CBL based in New York. ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള Expassive CBL ആണ് ഒരെണ്ണം. Air Carbon Exchange based in Singapore. Singapore base ചെയ്തിട്ടുള്ള Air Carbon Exchange. The largest Shanghai Environment and Energy Exchange, which is opened in 2021. 2021 ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഷൻഘായ് എൻവയൺമെന്റ് ആൻഡ് എനർജി എക്സ്ചേഞ്ച് ആണ്. ഇനി ഇതിന്റെ പ്രൈസ് എങ്ങനെയാന്നുള്ളതാണ്. ഫിക്സ്ഡ് പ്രൈസ് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ വേൾഡ് വൈഡ് ആയിട്ട് നോ ഫിക്സ്ഡ് പ്രൈസ് ഓഫ് കാർബൺ. പ്രൈസസ് fluctuate by jurisdiction and by market supply and demand. മാർക്കറ്റ് സപ്ലൈ ഡിമാൻഡും അതേപോലെ തന്നെ അധികാര പരിധിയിലൊക്കെ ഇതിൻ്റെ പ്രൈസിൽ വ്യത്യാസങ്ങൾ വരാം, ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ബട്ട് ദ ബെഞ്ച് മാർക്ക് EUA ഫ്യൂച്ചേഴ്സ് പ്രൈസ് റേഞ്ച്ഡ് ഫ്രം 80 and 100 euros for the first 4 months of 2022. 2022 first 4 months EUA ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 to 100 യൂറോയുടെ ഇടയിലായിരുന്നു ഒരു കാർബൺ ക്രെഡിറ്റിൻ്റെ റേറ്റ്. നെക്സ്റ്റ് ടോപ്പിക് കാർബൺ ഫുട് പ്രിൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് associated with all the activities of person or other entity. അതായത് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഒരു ആക്ടിവിറ്റി, എല്ലാ ആക്ടിവിറ്റികളിൽ നിന്നും, ഒരു പേഴ്സൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ ഏതെങ്കിലും എൻറ്റിറ്റിയുടെയോ, കോർപ്പറേഷൻ, ബിൽഡിംഗ് അല്ലെങ്കിൽ കൺട്രി, ഇങ്ങനെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ അളവാണ് എന്ത് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. It includes the direct emissions such as those result from fossil fuel combustion in manufacturing, heat, transportation, as well as emission required to produce electricity associated with the goods and service consumed. ഇത് എന്തൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ടുള്ള എമിഷൻസ്, അത് ഏതൊക്കെയാണ്? ഫോസിൽ ഫ്യൂൽ കമ്പസ്റ്റൻ, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ വരുന്ന ഡയറക്റ്റ് എമിഷൻസും, അതേപോലെ എമിഷൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ്. ഈ രണ്ട് രീതിയിലുള്ള എമിഷൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ, കാർബൺ ഫുട് പ്രിന്റ് കോൺസെപ്റ്റ് ഓൾസോ ഓഫൺ ഇൻക്ലൂഡ്സ് the emission of other greenhouse gases such as methane, nitrous oxide or chlorofluorocarbons. നമ്മൾ പറഞ്ഞ പോലെ ഈ കാർബൺ ഫുട് പ്രിന്റിന്റെ കോൺസെപ്റ്റിൽ കാർബണിന്റെ എമിഷൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസും കൂടെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് കാർബൺ ഫുട് പ്രിന്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽസും അതേപോലെ കോർപ്പറേഷൻസും നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. എന്തിനാണ്? കാർബൺ ഫുട് പ്രിന്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കാർബൺ ഫുട് പ്രിന്റിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും, കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. ആദ്യം പറയുന്ന കാര്യം നമുക്ക് കാർബൺ ഓഫ് സെറ്റ്സ് വാങ്ങുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ കാർബൺ ഓഫ് സെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഇംപ്രൂവിങ് എനർജി എഫിഷ്യൻസി ആൻഡ് എക്സ്ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് പർച്ചേസിങ് ഹാബിറ്റ്സ്. ഇതേപോലെ കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങിക്കുക, എനർജി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യുക, അതൊക്കെ കൊണ്ട് കാർബൺ ഫുട് പ്രിന്റ്സ് കുറയ്ക്കാൻ പറ്റും. Switching one's energy and transportation use can have an impact on primary carbon footprints. ഇല്ലേ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് വളരെയധികം ചെയ്യുന്നുണ്ട്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കാർ എടുത്ത് പോകുന്നതിന് പകരം ഒരു ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ കാർബൺ ഫുട് പ്രിന്റ്സ് കുറയ്ക്കാൻ പറ്റും. Individual and corporations can reduce their respective carbon footprint by installing energy efficient lighting, adding insulations in building or using renewable energy sources. ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ കോർപ്പറേഷൻസിനും കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങും അതേപോലെ തന്നെ ബിൽഡിങ്ങിൽ ഇൻസുലേഷൻസ് വെക്കുക, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. Electricity generation from wind power produces no direct carbon emission. വിൻഡ് പവറിൽ നിന്നുണ്ടാക്കുന്ന എനർജി, അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് നമ്മൾ വിൻഡ് പവറിൽ നിന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ എമിഷൻസ്, ഡയറക്റ്റ് ആയിട്ട് കാർബൺ എമിഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെയാണ് കാർബൺ ഫുട് പ്രിന്റ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് ടോപ്പിക് ലീഗൽ പ്രൊവിഷൻ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 48-ലും ഇതേപോലെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പ്രൊവിഷനാണ്? ആർട്ടിക്കിൾ 21-ലും 48A-ലുമാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 51A-ലും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലീഗൽ പ്രൊവിഷൻ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, റിവർ, ലേക്ക് ആൻഡ് വൈൽഡ് ലൈഫ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എവറി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, റിവർ, ലേക്ക് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ളത്. ഇനി മേജർ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് ഓഫ് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ആക്ട്സുകളുണ്ട്. 1974-ലെ വാട്ടർ ആക്ട് ഉണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. 1981-ലെ എയർ, 1986-ലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. വാട്ടറിലെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.